വയനാട് പരപ്പൻപാറ മുണ്ടക്കൈ ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ടെന്ന് സംശയം. പരപ്പൻപാറ വനമേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി 2 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. റിപ്പൺ സ്വദേശികൾ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതേസമയം ജില്ലയിലെ കുറിച്യർമല, പിണങ്ങോട്, മുരിക്കാപ്പ്, അമ്പുകുത്തിമല, എടക്കൻ ഗുഹ പ്രദേശങ്ങളിൽ ഭൂചലനവും അനുഭവപ്പെട്ടു. പ്രദേശവാസികളോട് ഒഴിയാൻ നിർദ്ദേശവും നൽകി റവന്യൂ വകുപ്പ്. വിവരങ്ങൾ നൽകാനായി ഇന്ന് ജനകീയ തിരച്ചിലും ഉണ്ടായിരുന്നു. 11ാം ദിവസത്തെ തിരച്ചിലാണ് ഇന്ന് നടന്നത്. അല്പസമയത്തിന് മുൻപ് ആ തിരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ 11ാം ദിവസവും നോവായിട്ട് മാറിയത് 4 മൃതദേഹങ്ങൾ സൂചിപ്പാറ ഭാഗത്ത് നിന്ന് കണ്ടെടുത്തു എന്നതാണ്. ജനകീയ തിരച്ചിലിൽ പങ്കാളികളായത് ദുരിതാശ്വാസ ക്യാമ്പിലടക്കമുള്ളവരാണ്. ഉറ്റവരെ തേടിയെത്തിയവർക്ക് വീണ്ടും നോവാകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇന്ന് സമ്മാനിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്, തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് എന്നാണ് ഈ മൃതദേഹം കണ്ടെടുത്തവർ പറഞ്ഞതൊപ്പം ഇത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അവിടെ നടക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തിരച്ചിൽ 11ാം ദിവസത്തിലേക്ക് കടന്ന അന്നും ദുരന്തഭൂമിയിൽ നിന്ന് ദുഃഖകരമായ വാർത്ത തന്നെയാണ് എത്തുന്നത്. ഇനിയും മണ്ണിനടിയിൽ മനുഷ്യരുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഇന്ന് കണ്ടെത്തിയ 2 മൃതദേഹങ്ങളും ഒപ്പം 2 ശരീരഭാഗങ്ങളും. പുഞ്ചിരിമട്ടത്ത് എന്ന മിഥുൻ മുരളി ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. മിഥുൻ, 11ാം ദിവസത്തെ തിരച്ചിൽ അതിവൈകാരികമായ ഒരു തിരച്ചിൽ തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം ഈ ജനകീയ തിരച്ചിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ ഉറ്റവർ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിനായിട്ട്. അപ്പോൾ ഇന്ന് സൂചിപ്പാറയിൽ നിന്ന് 4 മൃതദേഹങ്ങളും ഒപ്പം 2 ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുത്തു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ, ഒപ്പം എയർലിഫ്റ്റിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. രജനി, പുഞ്ചിരിമുട്ടത്ത് കഴിഞ്ഞ 1 മണിക്കൂറായി വ്യാപകമായി തിരച്ചിൽ ഉണ്ടായിരുന്നു. മുണ്ടക്കയിലും തിരച്ചിലുണ്ടായിരുന്നു. മൃതദേഹ ഭാഗങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം ഈ ഭാഗങ്ങളിൽ വമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ പുറത്താണ് ഈ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള കുഴികൾ എടുത്തുകൊണ്ടുള്ള പരിശോധന കഴിഞ്ഞ 1 മണിക്കൂറായി നടത്തിക്കൊണ്ടിരുന്നത്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടത്ത് ഇപ്പോൾ പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. ആ ഭാഗത്തു നിന്നും ഏതാനും ചില വസ്ത്രങ്ങളും മറ്റ് ഗ്രഹോപകരണങ്ങളുടെ ചില അവശിഷ്ടങ്ങളും മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു. 4ഓളം വീടുകൾ ആ ഭാഗത്ത് പ്രഭവ കേന്ദ്രത്തിൽ മാത്രമുണ്ടായിരുന്നു. പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നോ എന്ന് പുറമേ നിന്ന് വരുന്ന നമുക്കൊക്കെ സംശയം തോന്നുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെയുള്ള ഒരു പ്രദേശവാസിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ വരികയും ചെയ്യും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ വീടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കാണിച്ചു തന്നിരുന്ന പ്രദേശത്ത് വീടിന്റെ ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിലാണ് ആ വീടുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. അതിൻ്റെയൊക്കെ അടിഭാഗത്ത് പാറക്കല്ലുകൾ വന്ന് പതിച്ചിട്ടുണ്ട്. ആ പാറക്കല്ലുകൾക്കും മണ്ണിനും അടിയിലായിട്ട് മൃതശരീരങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ അത് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ ജനകീയ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ മുതൽ പുഞ്ചിരിമട്ടം ഭാഗത്ത് അവിടെയായിരുന്നു തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അഗ്നിരക്ഷാസേനയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രദേശവാസികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വസ്ത്രങ്ങളും ഗ്രഹോപകരണങ്ങളും മാത്രം ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. മുണ്ടക്കയിലും തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുണ്ടക്കയ്ക്കും പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കയ്ക്കും ഇടയിലുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നും മൃതശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം ഉണ്ടാകുന്നു എന്നുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ദൗത്യ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള കുഴികൾ എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് നാട്ടുകാരും വിവരം നൽകിയിട്ടുണ്ടായിരുന്നു രക്ഷാ ദൗത്യത്തിൽ ഉള്ള ആളുകൾക്ക്. അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് സൂക്ഷ്മമായ ഒരു പരിശോധന നടക്കുന്നുണ്ട്. മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ പരിശോധന നടന്നത്. ആഴത്തിലുള്ള കുഴികൾ 35 അടി 40 അടിയൊക്കെ താഴ്ചയുള്ള കുഴികൾ ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും രൂപപ്പെടുത്തി എടുത്തിരുന്നു. പക്ഷേ മൃതശരീരങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മണ്ണിനടിയിൽ ഈ നമ്മൾ കാണുന്ന ഈ പാറക്കൂട്ടങ്ങൾക്കൊക്കെ അടിഭാഗത്തായിരിക്കും വലിയ ഉരുളൻകല്ലുകൾ, വലിയ പാറക്കെട്ടുകൾ ഭയാനകമായ രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ ആ വലിയ മേഖലയിൽ നിന്നും ആ വലിയ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഉരുണ്ട് വരുമ്പോഴുള്ള ആ ഭീകരാവസ്ഥ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതിനടിയിലാണ് മൃതദേഹങ്ങൾ ഉണ്ടാകുക. അത് കണ്ടെത്തുക ശ്രമകരമായ ഒരു കാര്യവുമായി മാറും. ഈ ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ സൈന്യം നടത്തിയതുമാണ്. പക്ഷേ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ജനകീയ തെരച്ചിലിൽ ഈ ഭാഗങ്ങളിൽ പ്രദേശവാസികളെ എത്തിച്ചുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ നടത്താം എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. ചൂരൽമലയിലും ഒപ്പം ചാലിയാർ പുഴയുടെ തീരങ്ങളിലും വനപ്രദേശങ്ങളിലുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ പുഞ്ചിരിമട്ടത്തു നിന്നും മുണ്ടക്കയിൽ നിന്നും അങ്ങനെ അധികം മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നില്ല. ജനകീയ തിരച്ചിലിന്റെ പ്രധാനമായും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് പുഞ്ചിരിമട്ടവും മുണ്ടക്കയും അടങ്ങുന്ന ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ആ പ്രദേശത്ത് തന്നെയാണ്.
JCB ഉപയോഗിച്ച് ഉരുളൻ കല്ലുകൾ നീക്കം ചെയ്യുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ശ്രമകരമാണ്, ഏറെ പണിപ്പെട്ടാണ്, സമയമെടുത്താണ് ഈ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ നീക്കം ചെയ്യുന്നത്. ഈ ഉരുളൻ കല്ലുകൾക്കും അടിയിൽ മണ്ണുണ്ട്. ആ മൺകൂനകളൊക്കെ ഇപ്പോൾ രൂപപ്പെട്ടതാണ്, നേരത്തെ ഉണ്ടായിരുന്നതല്ല. ഈ ഭൂപ്രകൃതി ആകെ മാറിപ്പോയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺകൂനയൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വന്ന് അടിഞ്ഞുകൂടിയതാണ്. അതിനൊക്കെ അടിയിൽ മൃതദേഹ ശരീരഭാഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. വലിയ ചെളി കൂമ്പാരം തന്നെ ആ മൺകൂനകൾക്കടിയിൽ നിന്നും പാറക്കെട്ടുകൾക്കടിയിൽ നിന്നും കോരിയെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. വലിയ കുഴി രൂപപ്പെടുത്തുകയാണ്. ആ കുഴിക്കടിയിൽ എവിടെയെങ്കിലും ഒരു മൃതശരീരഭാഗം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഘട്ടമാണ്. ഒരു മൃതദേഹം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് ഈ ഒരു തെരച്ചിലിന് കാണാതായ ആളുകളെ കണ്ടെത്തിയവരിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് സ്ഥിരീകരണം ഉണ്ടാക്കുന്നതിനൊക്കെ പരമപ്രധാനമായ ഒരു ഘട്ടം തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തിരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അറിയിച്ചിരുന്നത് 11:30 വരെ മാത്രമായിരിക്കും തിരച്ചിൽ എന്നുള്ള കാര്യമാണ്. SPGക്ക് ഈ ഒരു മേഖല വിട്ടു നൽകേണ്ടതുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് SPGക്കാണ് ഇനി ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിനുള്ള ചുമതല ഉള്ളത്. പക്ഷേ എത്ര സമയം വരെ ഇനി നീണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായും പോലീസുമായും സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അറിയിപ്പ് ലഭിക്കുന്നതുവരെ പ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നായി ഏകദേശം 150ഓളം ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായി ഇവിടെ എത്താൻ മാനസികമായി തയ്യാറായ ആളുകളാണ്. കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥയും ഭയാനകമായ പഴയ കാര്യങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള മാനസികാഘാതം ഉണ്ടാകാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ കൗൺസിലിംഗ് നൽകി ഇവിടെ വരാൻ സന്നദ്ധരായിരിക്കുന്നവരെ തെരഞ്ഞെടുത്ത് മാനസിക പരിശോധനകളൊക്കെ ഉറപ്പാക്കിയതിനു ശേഷമാണ് ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും അവരിൽ നിന്ന് വിവരം. അതുതന്നെയാണ് മിഥുൻ. കാരണം ഇത്രയും ദിവസം നടന്ന തെരച്ചിലിൽ NDRF, രക്ഷാദൗത്യം, സൈന്യം അതുപോലെയുള്ളവരായിരുന്നു. പക്ഷേ ഇന്ന് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് അറിഞ്ഞവർ കൂടെയുണ്ട്. വൈകാരികമായ ഒരു തിരച്ചിൽ ദിവസം തന്നെയായിരുന്നു ഇന്ന് അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് രജനി. വൈകാരികമായ ഒരു തിരച്ചിൽ തന്നെയാണ്. ചൂരൽമല സ്വദേശിയായ ഒരാൾ ദൗത്യത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള ഒരു വാർത്തയും കൂടി ലഭിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടായതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയ തിരച്ചിലാണ് സൂചിപ്പാറ ഭാഗത്തു നിന്ന് 4 മൃതശരീര ഭാഗങ്ങൾ, 2 പൂർണ്ണ മൃതശരീരവും 2 മൃതശരീര ഭാഗങ്ങളും ലഭിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഒരു അനുമാനത്തിലേക്ക് സൈന്യം മടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അനുമാനത്തിലേക്ക് എത്തിയതാണ്. അതുകൊണ്ടാണ് പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുകൊണ്ട് ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നിന്നുള്ള ഏകദേശം 7 കിലോമീറ്റർ പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കടവാർ നായയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയത്. പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചില്ല. മൃതശരീര ഭാഗങ്ങൾ ആ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് 2 മൃതശരീരവും 2 മൃതശരീര ഭാഗങ്ങളും ലഭിച്ചു എന്നുള്ള ഒരു കാര്യവും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കേലിനും ഇടയ്ക്കുള്ള ഈ ഭാഗത്ത് JCBയിൽ മണ്ണ് കോരി പുറത്തേക്ക് ഇടുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് എത്ര സമയം വരെ നീണ്ടു പോകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നില്ല. നേരത്തെ പുഞ്ചിരിമട്ടത്ത് വസ്ത്രങ്ങളും ഒപ്പം തന്നെ ഗ്രഹോപകരണങ്ങളും ഒക്കെ കണ്ടെത്തിയ ആ ഭാഗത്ത് ഡോഗിനെ എത്തിച്ചുകൊണ്ട്, നായയെ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തും എന്നുള്ള ഒരു വിവരമുണ്ട്. പക്ഷേ അത് ഞായറാഴ്ചയാണോ അതോ ഇന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം അഗ്നിരക്ഷാ സേനയ്ക്കും പോലീസിനും ഏത് സമയത്താണോ ഇത് നിർത്താൻ അറിയിപ്പ് ലഭിക്കുന്നത് ആ സമയം വരെ തിരച്ചിൽ തുടരുമെന്നാണ് അവർ പറയുന്നത്. ഇനി ഞായറാഴ്ച പൂർണ്ണമായ ഒരു ജനകീയ തിരച്ചിലുണ്ട്. അന്ന് മുഴുവൻ സമയമുള്ള ഒരു തിരച്ചിലാണ് ഉണ്ടാവുക. ആ സമയത്ത് കൂടുതൽ ആളുകളെ, കൂടുതൽ പ്രദേശവാസികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ ഉണ്ടാകും. അന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയും കൂടുതൽ വിവരങ്ങൾ ഈ ഇവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഫയർഫോഴ്സിനും പോലീസിനും NDRFിനൊക്കെ പങ്കുവയ്ക്കുകയും ആ രീതിയിലുള്ള തിരച്ചിൽ അന്നും തുടരുകയും ചെയ്യും. ഇങ്ങനെ ഒരു ജനകീയ തിരച്ചിൽ നടത്തുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടാകാൻ വരുത്തരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ജനകീയ തിരച്ചിലിന് പിന്നിൽ. അത് ജനങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രദേശമായി കൃത്യമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ട് അവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്തുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയെടുക്കാനും ഈ വീടുകളൊക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, കെട്ടിടങ്ങൾ എവിടെയായിരുന്നു, കൂടുതൽ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് എന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ജനകീയ തിരച്ചിൽ കൂടി നടത്തിയിരിക്കുന്നത്. ഇനി ഞായറാഴ്ച ഈ ജനകീയ തിരച്ചിൽ തുടരും. ഇവിടെ പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് വ്യാപകമായ തിരച്ചിൽ, വലിയ കുഴികൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ ഇവിടെ തുടരുകയും ചെയ്യുകയാണ്. അത് ഏത് സമയം വരെ തുടരും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു കാര്യം നമുക്ക്, അന്തിമമായ ഒരു വ്യക്തത നമുക്കിപ്പോൾ ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഉച്ചവരെയൊക്കെ തുടരാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം SPG കമാൻഡേഴ്സിന് ഈ പ്രദേശം മുഴുവൻ വിട്ടു നൽകേണ്ട ഒരു കാര്യവുമുണ്ട്. രജനി.
ഒപ്പം ഇതിന് അവിടെ നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ, വയനാട്ടിലെ ഭൂമിക്കടിയിൽ പ്രകമ്പനവും അതുപോലെ തന്നെ വലിയ ശബ്ദമൊക്കെ തന്നെ കേട്ടു എന്ന് പറയുന്നുണ്ട്. ചില സ്കൂളുകൾക്കൊക്കെ തന്നെ അവധിയൊക്കെ നൽകി. വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ അരങ്ങേറുമ്പോൾ വയനാടൻ ജനത എന്ന് പറയുന്നത് ഒന്നായി വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത്. അസാധാരണമായ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്തകൾ, വിവരങ്ങൾ കൂടുതലായിട്ട് നൽകാനുണ്ടോ? രജനി, അങ്ങനെ ഒരു കാര്യമുണ്ട്. നാട്ടുകാർ അങ്ങനെ ചില ആശങ്കകൾ നേരത്തെ മുതൽ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ചില മേഖലകളിൽ നിന്നും ഉരുൾപൊട്ടൽ ഭീഷണി മുന്നറിയിപ്പ് ഇപ്പോൾ വയനാട് ജില്ലയിൽ പല ഭാഗത്തും നേരത്തെ തന്നെ ഉണ്ടായതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രകമ്പനം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇവിടെ വാസയോഗ്യമാകുന്നില്ല പല പ്രദേശങ്ങളും എന്നുള്ളതിൻ്റെ ഒരു കാര്യമായിട്ട് ജനങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചില സൂചനകൾ, ആശങ്കകൾ ജനങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ നമുക്ക് സ്ഥിരീകരിച്ച് പറയാവുന്ന ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഉരുൾപൊട്ടലിൻ്റെ ഭാഗം തന്നെയാണോ, അതിൻ്റെ തുടർച്ചയെന്നോണമാണോ ഇങ്ങനെയൊരു ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നാട്ടുകാരുമായി ഇവിടെ സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് ഈ പ്രദേശം ഇനി വാസയോഗ്യമല്ല, ഇനിയും ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടാകും. പുത്തുമലയിലും സമാനമായ രീതിയിൽ ഇവിടെയും ദുരന്തം ആവർത്തിച്ചു. ഇനിയും ഈ പുത്തുമലയായാലും ഒപ്പം തന്നെ മുണ്ടക്കയിലും മുഞ്ചിരിമട്ടത്തൊക്കെ ആയാലും ഇങ്ങനെയൊരു ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പല പ്രദേശവാസികളും പറയുന്നത്. ഈ ഉരുൾപൊട്ടലിന് മുൻപുള്ള സമയത്തും ഈ സമാനമായ രീതിയിൽ ഉള്ള പ്രകമ്പനങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു, ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില സംഭവവികാസങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ ഒരു വ്യക്തത എന്താണ് സംഭവിച്ചതെന്ന് മിഥുൻ, ഇപ്പോൾ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുകൂടി സ്ഥിരീകരണം നൽകിയിരിക്കുകയാണിപ്പോൾ. രജനി, ആശങ്കയ്ക്ക് ഇടവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രകൃതി പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് ഇനി നമുക്ക് ആശങ്കയോട് കൂടി നോക്കിക്കാണേണ്ടത്. ഇന്ന് കേന്ദ്ര സംഘം ഇവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്, ദുരന്ത മേഖല സന്ദർശിക്കുന്നു, ഇനി ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നു, കാരണങ്ങളിലേക്ക് നയിച്ച എന്തൊക്കെ സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വിനകളാണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പഠനം ഈ കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കയ്യേറ്റവും റിസോർട്ടുകളുടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന് വഴിവെച്ചു, മനുഷ്യൻ തന്നെ നടത്തിയ ഇടപെടലുകളിലൂടെ ഉണ്ടായ വിനയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വന്ന ചർച്ചകളാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സംഘത്തിൻ്റെ ചർച്ചയോടുകൂടി അല്ലെങ്കിൽ പരിശോധന പഠനങ്ങളോടുകൂടി ഈ കാര്യങ്ങളിൽ എന്താണ് ഇങ്ങനെ ഉരുൾപൊട്ടൽ ഈ ഭാഗത്തുണ്ടാകാൻ, ഈ പ്രദേശത്ത് ഇങ്ങനെ അടുപ്പിച്ചുണ്ടാകാൻ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് പരിഹാരം എന്താണ് എന്നുള്ള കാര്യത്തിലും കൃത്യമായ പഠനം ഈ കേന്ദ്ര സംഘം നടത്തുന്ന പഠനത്തിലൂടെ, കേന്ദ്ര സംഘം നടത്തുന്ന ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം അവർ നടത്തുന്ന വിലയിരുത്തലിലൂടെ അതിനുള്ള പരിഹാര നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അവർ ഉണ്ടാക്കും, അല്ലെങ്കിൽ പഠനങ്ങളിലൂടെ അവർ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മേഖലകൾ സന്ദർശിക്കും. ഈ മേഖലകളിൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പരിശോധിക്കും, വിലയിരുത്തലുകൾ നടത്തും, കൃത്യമായ അനുമാനങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം ഇത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണോ, ഇവിടുന്ന് ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനുമാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് ശരി. എന്തായാലും വയനാട്ടിൽ നിന്ന് ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും കേട്ടു എന്ന് പറയുന്നു ചില ഭാഗങ്ങളിലാണ്. ഒപ്പം തന്നെ ചില സ്കൂളുകൾക്കൊക്കെ തന്നെ അവധിയും നൽകിയിട്ടുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് പ്രകമ്പനമാണ് ഉണ്ടായിരിക്കുന്നതെന്നൊരു സ്ഥിരീകരണവും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 11ാം ദിവസത്തെ തിരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 2 മൃതദേഹങ്ങളും ഒപ്പം 2 മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് കണ്ടെടുത്തത്. അതേസമയം തന്നെ പുഞ്ചിരിമട്ടത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കേന്ദ്ര സംഘവും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്.